ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കാറിന്റെ ശബ്ദം കേട്ട് പൂമുഖത്തോടിയെത്തിയ സംഗീതയും മാധവന്റെയും മുഖത്ത് വല്ലാത്ത ആകാംക്ഷയുണ്ടായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങി മുഖത്ത് ക്ഷീണം മറച്ചുവെച്ച് ഉമ്മറത്തേക്ക് കയറി വന്ന അജയെ കണ്ടപ്പോൾ സംഗീത ഓടിച്ചെന്ന് അവന്റെ കൈകളിൽ പിടിച്ചു. അവരുടെ ശബ്ദത്തിൽ വല്ലാത്ത പരിഭ്രമം നേടിച്ചു. എടാ മോനെ, നീ വന്നോ? സംഗീതയുടെ വാക്കുകൾ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അജയ് സംശയത്തോടെ അമ്മയെ നോക്കി. എന്താ അമ്മേ, എന്ത് പറ്റി? മുഖത്തൊരു വല്ലായ്മ. ഞങ്ങൾ അഞ്ജനയും ഭവാനിയും കണ്ടുമോനെ. സംഗീതയുടെ വാക്കുകൾ കേട്ടപ്പോൾ അജയുടെ മുഖമൊന്ന് ഒറ്റയടിക്കങ്ങ് മങ്ങി. അവന്റെ കണ്ണുകളിൽ അനിഷ്ടം പ്രകടമായിരുന്നു. സംഗീത അത് വകവെക്കാതെ തുടർന്നു. എടാ, നീ ചെന്ന് വിളിച്ചാൽ മാത്രമേ അവരിനി ഇങ്ങോട്ടേക്ക് വരൂ എന്നാ പറയുന്നത്. അവരവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാട് നീ ഒന്ന് നേരിൽ കാണണം. ഇത് കേട്ടുകൊണ്ട് തന്നെ അകത്ത് നിന്ന് അനുഭവം അങ്ങോട്ടേക്ക് വന്നു. അവളുടെ മുഖത്ത് പരിഹാസവും സംശയവും ഒരുപോലെ തന്നെ നിറഞ്ഞു നിന്നിരുന്നു. അജയ്, ഇതിനകത്ത് എന്തോ വലിയൊരു കള്ളത്തരം ഒളിച്ചിരിക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. കള്ളത്തരോ? എന്ത് കള്ളത്തരം? അജയ് പുരികം ചുളിച്ചു. അല്ലെങ്കിൽ പിന്നെ അവർ ഇത്ര ദൂരത്തേക്ക് പോയി താമസിക്കേണ്ട കാര്യമെന്താ? അനുപമ ചോദിച്ചു. ഭൂമിജയും നീയും തമ്മിൽ കല്യാണം കഴിക്കുമോ എന്നുള്ള പേടിയാ അഞ്ജനക്ക്. അവരെങ്ങനെ പോയി നിന്നു കഴിഞ്ഞാൽ എനിക്കൊരു കുറ്റബോധം തോന്നുമല്ലോ. എനിക്ക് ഇതിലൊക്കെ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അജയ്. പെട്ടെന്ന് തന്നെ സംഗീത ദേഷ്യത്തോട് ഇടപെട്ടു. ഒന്ന് മിണ്ടാതിരിക്കാമോ നീ? അമ്മ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കയറിപ്പോയതേ ഉള്ളൂ. അമ്മയ്ക്കിതിൽ ഭയങ്കര വിഷമമുണ്ട്. ഇന്നത്തെ ആഹാരം പോലും കഴിച്ചിട്ടില്ല അമ്മ. അജയ്, നീ എത്രയും പെട്ടെന്ന് തന്നെ അവരെ പോയി വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണം. അമ്മ എന്തു വർത്താനായി പറയുന്നത്? അവളുടെ കഴുത്തിൽ താലി ചാർത്താൻ പറ്റില്ലെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെയും എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? അജയുടെ ശബ്ദം അല്പം അങ്ങ് ഉയർന്നിരുന്നു. അച്ഛൻ മാധവൻ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതേടാ, നീ ഇങ്ങനെയൊന്നും പറയില്ലടാ മോനെ. ഒന്നുമില്ലെങ്കിലും അഞ്ജന നിന്റെ മുറപ്പെണ്ണല്ലേ. നീ അവളുടെ കഴുത്തിൽ താലി ചാർത്തിയ എന്താ ഇത്ര വലിയ പ്രശ്നം? അജയ് നിസ്സഹായതയോടെ അച്ഛനെ നോക്കി. അച്ഛാ, എനിക്ക് അവളുമായിട്ട് ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ ഒരു കോണിൽ പോലും അവളില്ല. പിന്നെ ഞാനെങ്ങനെയാ അവളുടെ കഴുത്തിൽ താലി ചാർത്തുന്നത്? ഇതൊക്കെ അവളും അവളുടെ അമ്മയും കൂടി ഓരോ അടവും അഭ്യാസവും ഒക്കെ കളിക്കുകയാണ്. അവളുടെ കഴുത്തിൽ ഞാൻ താലി ചാർത്താൻ വേണ്ടി വെറുതെ എന്നെ നിർബന്ധിച്ച് എനിക്കതിന് പറ്റില്ല അച്ഛാ. എടാ, നീ അങ്ങനെ പറയരുത്. സംഗീത വീണ്ടും കെഞ്ചി. അവരവിടെ താമസിക്കുന്ന ഒരു കുഞ്ഞു വീടും അവിടുത്തെ കോലവും നീ ഒന്ന് കാണണം മോനെ. അനുപമ ഒരു ചെറുചിരിയോടെ പറഞ്ഞു. അത് ശരിയാജയ്. അവിടെ അങ്ങ് രാജകീയമായി കഴിഞ്ഞ അഞ്ജനയൊക്കെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്ന് ഒരു കുഞ്ഞു വീട്ടിൽ കഴിയുന്ന കാണേണ്ട കാഴ്ച തന്നെയാ എനിക്ക് അത്ഭുതമാ തോന്നുന്നത്. ഇങ്ങനെയൊക്കെ മനുഷ്യര് പെട്ടെന്ന് മാറാൻ പറ്റുമോ? അജയ് ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിന്നു. അവന്റെ തലക്കുള്ളിൽ ചിന്തകൾ അങ്ങനെ വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു. മുത്തശ്ശിയുടെ സങ്കടം ഒരു വശത്ത്, അഞ്ജനയോടുള്ള വെറുപ്പ് മറുവശത്ത്. അവനൊന്നും മിണ്ടാതെ പടവുകളങ്ങ് കയറി മുകളിലേക്ക് പോവാൻ തുടങ്ങി. അനുഭവ വേഗം അവന്റെ പിന്നാലെ ചെന്നു. എടാ അജയ്, നിക്ക്. ഇതിനകത്ത് എന്തൊക്കെയോ തന്ത്രങ്ങളുണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. അമ്മയും മോളും ഈ കാണിക്കുന്നെല്ലാം തന്നെ നീ അത്രക്കങ്ങ് കണ്ട് വിശ്വസിക്കൊന്നും വേണ്ട കേട്ടോ. അജയ് നിന്നു. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? എനിക്കങ്ങനെ തോന്നി. ഇതൊക്കെ വെറും നാടകമാണെന്നാ എൻ്റെ സംശയം. നീ അവളുടെ കഴുത്തിൽ താലി ചാർത്താൻ വേണ്ടിയിട്ട് അവൾ കാണിക്കുന്ന ഡ്രാമയാണോ ഇത് എന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനൊരു ഡ്രാമ കളിക്കുകയാണെങ്കിൽ നീ ഉറപ്പായിട്ടും അവളെ പോയി വിളിച്ചുകൊണ്ട് വരുമെന്നും അവളുടെ കഴുത്തിൽ നീ താലി ചാർത്തുമെന്നും അതിന് സമ്മതിക്കുമെന്നൊക്കെ അവൾക്കറിയാം. ഇവിടുത്തെ മുത്തശ്ശി ഓക്കെ പറഞ്ഞത് നിന്നെ കൊണ്ട് അത് സമ്മതിപ്പിക്കുകയൊക്കെ ഇല്ല. അനുപമ ഒന്ന് നിർത്തിയിട്ട് ചോദിച്ചു. അല്ല അപ്പച്ചി, ഭൂമിജ ഈ വീട്ടിലേക്ക് വന്നിരുന്നോ? എന്തെങ്കിലും സംസാരിച്ചോ? ഭൂമിജയോ? അതെ, ഭൂമി വന്നിരുന്നോ? എന്തോ അവർ ചോദിച്ചു. അവൾ ഭൂമിയെ ഭയക്കുന്നുണ്ട് അജയ്. പക്ഷേ നീ ഭൂമിയെ സ്വന്തമാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൻ അങ്ങനെയൊക്കെ പെരുമാറുന്നത്. ആ വാക്കുകൾ അജയുടെ ഉള്ളിൽ വല്ലാത്തൊരു കൊളുത്തി വലിക്കുന്നത് പോലെ തോന്നി. അവൻ എന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. അനുപമ അവിടെ നിന്നും പോയതിനു ശേഷവും അജയ് വരാന്തയിൽ തന്നെ നിന്നു. എന്ത് ചെയ്യണമെന്ന് അവനൊരു എത്തും കിട്ടുന്നില്ല. വിളിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ വീട്ടിൽ അത് മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമായിരിക്കും. എന്നാൽ വിളിച്ചുകൊണ്ടുവന്നാൽ തൻ്റെ ജീവിതം താൻ വെറുക്കുന്ന ഒരാൾക്കൊപ്പം തളച്ചിടപ്പെടും. രാത്രിയുടെ നിശബ്ദയിൽ അവൻ്റെ മനസ്സ് ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങ് മാറുകയാണ്. ഇതേ സമയം അമ്പലത്തിൽ ദീപാരാധനകളുടെ സമയമാണ്. ചെണ്ടമേളങ്ങളും ശംഖനാദങ്ങളും എല്ലാം തന്നെ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടു. ശ്രീകോവിലിനു മുന്നിൽ കൈ കൂപ്പി നിൽക്കുകയായിരുന്നു ഭൂമിജ. അവളുടെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു. ഭൂമിജയുടെ മനസ്സിൽ നിറയെ സങ്കടങ്ങളും വലിയൊരു മല തന്നെയായിരുന്നു. എല്ലാ പിടിവള്ളിയും പോയി കഴിഞ്ഞു. ബാക്കി ഫീസ് കൊടുക്കാൻ പോലും, ഒരു വക്കീൽ ഫീസ് കൊടുക്കാൻ പോലും ഇനി പൈസയില്ല. ലക്ഷങ്ങളാവും അതിനുള്ള തുകയൊക്കെ. അതൊന്നും തന്നെ തൻ്റെ കയ്യിലില്ല. പക്ഷേ അതിനേക്കാളൊക്കെ വലുത് ജയിലിൽ കിടക്കുന്ന തൻ്റെ അമ്മയാണ്. അമ്മ നിരപരാധിയാണെന്ന് തെളിയിക്കണം. അമ്മയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. അതിന് എന്തെങ്കിലും ഒരു വഴി ആ ഭഗവാൻ കാണിച്ചു തരും. അച്ഛൻ്റെ കൊലയാളി തൻ്റെ പിന്നിലുണ്ടെന്ന് ആ ഒരു സത്യം അവൾക്കറിയാമായിരുന്നു. എന്നിട്ടും അവൾക്ക് ഭയമില്ലായിരുന്നു. ഭഗവാനെ, നീ ഇല്ലാതെ എനിക്കിനി വേറെ ആരുമില്ല. എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടണം. അവൾ മനസ്സുരുകി തന്നെ പ്രാർത്ഥിച്ചു.
ഇതേ സമയം അമ്പലമുറ്റത്തെ വലിയ ആ ഒരു ആൽമരത്തിന്റെ മറവിൽ അവളെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് തന്നെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. കമാല് മുഖത്തൊരു കറുത്ത മുഖംമൂടി ധരിച്ചിരുന്നു. ദീപാരാധന തൊഴുത് മുഴങ്ങുന്ന ആ ഒരു വഴി ആളില്ലാതെ ഏറ്റവും ആ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് അവൾ തീർക്കണം. അതായിരുന്നു കമാലിന്റെ മനസ്സിൽ. ഒരു കഴുകനെ പോലെ തന്നെ അവൻ ഭൂമിജയുടെ ഓരോ അനക്കവും നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഇതൊന്നും അറിയാതെ ഭൂമിജ പ്രാർത്ഥിക്കലിൽ മുഴുകി നിന്നു. അതേ അമ്പലത്തിൽ മറ്റൊരു വശത്ത് കൈകൂപ്പി കണ്ണടച്ച് നിൽക്കുന്നുണ്ടായിരുന്നു സത്യദാസ്. ഡ്യൂട്ടിക്കിടയിൽ സമയം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം അമ്പലത്തിലേക്ക് വരും. സത്യദാസിന്റെ മനസ്സിൽ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ നഷ്ടപ്പെട്ടു പോയ ഭാര്യയും മകളെയും തിരികെ കിട്ടണം. തന്റെ ജീവന്റെ പാതിയായ സുമിത്ര, തന്റെ പൊന്നോമനായ അപ്പുമോൾ, അവരിപ്പോൾ എവിടെയാണെന്നോ എങ്ങനെ ജീവിക്കുന്നു എന്നോ അദ്ദേഹത്തിനറിയില്ല. ആ ഓർമ്മകൾ സത്യദാസിന്റെ കണ്ണിനെ ഈറനണിയിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഭൂമിജ വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങുമ്പോൾ അമ്പലത്തിൽ നിന്നും അധികം ദൂരെയില്ലാതെ അവളുടെ താമസ സ്ഥലം. എങ്കിലും ആ വഴിയിൽ വെളിച്ചമൊന്നുമില്ലായിരുന്നു. വഴിവിളക്കുകൾ പലതും കണ്ണടച്ച് കിടന്നു. തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഇരുട്ടിൽ നിന്നും ഒരു നിഴൽ അവളുടെ നേരെ പാഞ്ഞെടുത്തത്. കമാൽ മുഖം മൂടി ധരിച്ച അവൻ ഒരു ഭൂമിജയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു കത്തിയുമായിട്ട് വരുവാണ്. പെട്ടെന്നുള്ള ആക്രമണത്തിൽ ഭൂമിജ ഒരു നിമിഷം അങ്ങ് പകച്ചുപോയെങ്കിലും അവൾ സമനില വീണ്ടെടുത്തു. അത്യാവശ്യം കരാട്ടയും അങ്ങനെ സ്വയരക്ഷാ മാർഗങ്ങളൊക്കെ അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കമാലിന്റെ ആദ്യത്തെ ആക്രമണം അവൾ അങ്ങ് ഒഴിഞ്ഞുമാറി. പക്ഷേ കമാൽ കരുത്തനായ ഒരു കൊലയാളിയായിരുന്നു. അവൻ സർവ്വശക്തിയുമെടുത്ത് അവളെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. കുറച്ചു നേരത്തെ പിടിവള്ളിക്കൊടുവിൽ കമാൽ ഭൂമിജയെ പുറകിൽ നിന്നും അങ്ങ് വലിച്ചു മുറുക്കി. അവളുടെ കഴുത്തിലേക്ക് ആ ഒരു മൂർച്ചയേറിയ കത്തി അങ്ങ് ചേർത്ത് വെച്ചു. ഭൂമിജയുടെ ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി. മരണം തൊട്ടുമുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ ഭൂമിജയ്ക്ക് തോന്നി തുടങ്ങുകയാണ്. എടാ! പെട്ടെന്നാണ് ഇടിമുഴക്കം പോലെ ആ ഒരു ശബ്ദം കേട്ട് കമാൽ അങ്ങ് ഞെട്ടിത്തെറിച്ചത്. ആ വഴി കാറിൽ വന്ന സത്യദാസ് ആയിരുന്നു. അത് കാര്യങ്ങൾ മനസ്സിലാക്കിയ സത്യദാസ് കാറിന്റെ ഡോറ് വലിച്ചു തുറന്ന് പുറത്തേക്ക് ചാടി. ഒരൊറ്റ കുതിപ്പിന് കമാലിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തിയ അദ്ദേഹം അവനെ നോക്കി ഒരു പറക്കങ്ങ് തൊഴിയങ്ങ് വെച്ചു കൊടുത്തു. പോലീസുകാരന്റെ ഒറ്റയടിയിൽ കമാൽ അങ്ങ് തെറിച്ചുപോയി. ഭൂമിജ അവന്റെ പിടിയിൽ നിന്നും മോചിതയായി നിലത്തേക്ക് വീണു. പിന്നീട് അവിടെ നടന്നത് വലിയൊരു പോരാട്ടമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടി. കമാലിന് സത്യദാസിനെ കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. അടിക്കൊണ്ട് അവശനായ കമാൽ പെട്ടെന്ന് തന്നെ തന്റെ കയ്യിലുള്ള കത്തിയെടുത്ത് സത്യദാസിനെ നേരങ്ങ് ഓഞ്ഞിപ്പാഞ്ഞു. ഇത് കണ്ട് ഭൂമിജ ഞെട്ടിപ്പോയി. അവൾക്കൊന്നും ചിന്തിക്കാൻ സമയം കിട്ടില്ല. പെട്ടെന്ന് തന്നെ താഴെ കിടന്ന വലിയൊരു മരക്കൊമ്പ് അവൾ കയ്യിലെടുത്തു. സർവ്വശക്തിയും എടുത്ത് അവൾ കമാലിന്റെ തലക്ക് പിന്നിൽ ഒരൊറ്റ അടിയങ്ങ് വെച്ചു കൊടുത്തു. അടികൊണ്ട് കമാലിന്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. കണ്ണുകളിൽ ഇരുട്ട് കയറി. ഇനി ഇവിടെ നിന്നാ പിടിക്കപ്പെടുമെന്ന് അവൻ ഉറപ്പായിരുന്നു. അവൻ വേഗം തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് അപ്പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കിന്റെ അടുത്തേക്ക് പാഞ്ഞു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ വേഗം ഇരുട്ടിലേക്ക് മറഞ്ഞു. ജീവൻ തിരികെ കിട്ടിയ ആശ്വാസത്തിൽ ഭൂമിജ തറയിലിരുന്നിങ്ങനെ കിതച്ചു. തന്നെ കൊല്ലാൻ തന്നെയാണ് അയാൾ വന്നത് എന്ന സത്യം അവളെ ഭയപ്പെടുത്തി. സത്യദാസ് വേഗം വന്ന് ഭൂമിജയെ അങ്ങ് ചേർത്ത് പിടിക്കണേ. മോളെ, മോൾക്ക് എന്തെങ്കിലും പറ്റിയോ? ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടോ? വാ, വേഗം വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഭൂമിജ കിതപ്പോടെ പറഞ്ഞു. ഏയ്, എനിക്കൊരു കുഴപ്പമില്ല സാറേ, ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം. ബെസ്റ്റ്. ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോവാനോ? ആ കൊലയാളി നിന്റെ പിന്നാലെ തന്നെ കാണുമോളെ. നീ ഇപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിലേക്കൊന്നും പോകണ്ട. തൽക്കാലത്തേക്ക് എൻ്റെ വീട്ടിലേക്ക് പോരെ. അവിടെ നിൽക്കാൻ നിനക്ക്. ഏയ്, അതൊന്നും വേണ്ട സാറേ. ഭൂമിജ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. വേണ്ടെന്നല്ല, എൻ്റെ കൂടെ വാ, സത്യദാസ് സ്നേഹത്തോടെ കൽപ്പിച്ചു. ആ ശബ്ദത്തിൽ ഒരച്ഛൻ്റെ കരുതലുണ്ടായിരുന്നു. അദ്ദേഹം ഭൂമിജയെ കൂട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് കാർ ഓടിച്ചു. അങ്ങനെ വഴിനീളെ സത്യദാസിന്റെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയെ ആരോ നിരന്തരം വേട്ടയാടുകയാണ്. അതിന്റെ പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. സത്യദാസിന്റെ വലിയ വീട് അവിടെ എത്തിയപ്പോൾ ഭൂമിജ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. വഴക്കിനിടയിൽ ദേഹത്തെ ചെളിയായി കൂടാതെ നേരത്തെ മഴയുന്നുണ്ടായിരുന്നു. സത്യദാസ് അവളെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ വലിയ തടി അൽമാറ തുറന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതെ മോളെ, മോളുടെ ദേഹത്തെല്ലാം മൊത്തം ചെളിയാണ്. നന്നായി നനഞ്ഞിട്ടുമുണ്ട്. പനി പിടിക്കും. മാറാൻ ഡ്രസ്സൊന്നുമില്ലല്ലോ. ദേ, ഇതിനകത്ത് കുറച്ച് ഡ്രസ്സ് ഇരിക്കുന്നുണ്ട്. മോൾക്ക് ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാൽ എടുത്ത് ധരിച്ചോളൂ. ഭൂമിജ അവിടെ പോയി നിന്നു. എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ല. അവൾ മടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ സത്യദാസ് വീണ്ടും പറഞ്ഞു. മോളെ വിഷമിക്കൊന്നും വേണ്ട. ധൈര്യമായിട്ട് അതിനകത്ത് ഏത് ഡ്രസ്സ് വേണമെങ്കിലും എടുത്തിട്ടോളൂ. ഭൂമിജ അലമാറ തുറന്നു നോക്കി. അതിൽ മനോഹരമായ കുറേ അധികം സാരികളൊക്കെ അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നു. അതിൽ നിന്നും അവൾ ഒരു സാരിയും ബ്ലൗസും എടുത്തു. ആ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ ഭൂമിജ ഒരു നിമിഷം അത്ഭുതപ്പെട്ടു പോയി. താനിത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന ചിന്ത അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ഒരു സ്വപ്നത്തിലെന്ന പോലെ ആ സാരിയുടെ നിറവും ഡിസൈനും അവൾക്ക് പരിചിതമായി തോന്നി. സത്യദാസ് അത് നോക്കി നേരിയൊരു പുഞ്ചിരിയോട് പറഞ്ഞു. അതെന്റെ ഭാര്യ സുമിത്രയുടേതാണ്. ഭൂമിജ അതിലേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഓർമ്മകൾ ഇങ്ങനെ മിന്നി പറഞ്ഞു. തന്റെ സ്വപ്നങ്ങൾ എപ്പോഴോ കണ്ടൊരു മുഖം പെട്ടെന്നിനെ അവൾ ചിന്തയിൽ നിന്നും ഉണർന്നു. അവൾ നിൽക്കുന്നത് കണ്ടപ്പോൾ സത്യദാസ് ചോദിച്ചു. എന്താ മോളെ? ഒന്നുമില്ല സാറേ എന്ന് പറഞ്ഞ് ഭൂമിജ വേഗം തന്നെ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയി. സുമിത്രയുടെ ആ ഒരു സാരി കണ്ടപ്പോൾ ഭൂമിജ സത്യദാസിന്റെ ഹൃദയം അങ്ങ് പിടഞ്ഞു. അവൾ നേരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അതെ,
ഞാൻ സാറിനൊരു ചായ എടുത്തിട്ട്. ചായയോ? സത്യദാസ് അത്ഭുതപ്പെട്ടു. അതെ, ഞാൻ ചായ വെച്ച് തരാം. സാറിന് ഞാൻ ചായ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ലേ? അവൾ വളരെ സ്നേഹത്തോട് ചോദിച്ചു. സത്യദാസ് സമ്മതിച്ചു. ഭൂമിജ അടുക്കളയിലേക്ക് പോയിട്ട് ചായ വെക്കാൻ തുടങ്ങി. സത്യദാസ് വരാന്തയിൽ നിന്നും അടുക്കളയിലേക്ക് നോക്കി. ആ നിൽപ്പും ഭാവം കണ്ടപ്പോൾ സാക്ഷാ സുമിത്ര അവിടെ വന്ന് നിൽക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. സാരി എടുത്ത് ഭൂമിജയെ കണ്ടപ്പോൾ തൻ്റെ ഭാര്യയിൽ എന്തോ വലിയ സാദൃശ്യമുള്ളതുപോലെ തൻ്റെ മകൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവൾക്കിപ്പോൾ ഈ കുട്ടിയുടെ അത്രമധികം പ്രായം കാണും. ഒരു പക്ഷേ അവളെ കാണാനും ഇതുപോലെ തന്നെ ആയിരിക്കുമോ? ആ ചിന്ത അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ ഈറനണിയിച്ചു. ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് ഭൂമിജ മെല്ലെ പുറത്തേക്കിറങ്ങി. മുറ്റത്തേക്കിറങ്ങി ചുമ്മാ അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ രാത്രിയായതുകൊണ്ട് തന്നെ പുറത്ത് നല്ല വെളിച്ചമുണ്ടായിരുന്നു. കാറ്റിൽ ഭൂമിജ അതാ മുറ്റത്തായി നിൽക്കുന്നു. പുറകിൽ നിന്ന് അവർ നിൽപ്പ് കണ്ടപ്പോൾ തൻ്റെ അപ്പുമോൾ തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് ഒരു നിമിഷം തോന്നിപ്പോയി. മനസ്സിൽ അടക്കി വെച്ച സങ്കടങ്ങൾ നിയന്ത്രിക്കാനാവാതെ അദ്ദേഹം അറിയാതെ വിളിച്ചുപോയി. അപ്പുമോളെ! ആ വിളി കേട്ട് ഭൂമിജ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അപ്പുമോളോ? അതാരാ? സത്യദാസ് പെട്ടെന്ന് ഞെട്ടി. യഥാർത്ഥത്തിലേക്ക് തിരിച്ചു വന്ന അദ്ദേഹം സങ്കടം മറച്ചു വെക്കാൻ വേണ്ടി പാടുപെട്ടു. അതെൻ്റെ മോള അഭിരാമി. അവളെ ഞാൻ അപ്പുമോളെ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഭൂമിജയ്ക്ക് പെട്ടെന്നെല്ലാം മനസ്സിലായി. അവൾ നേരിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, നല്ല കഥയായി. ഇത് സാറിൻ്റെ അപ്പുമോളല്ല, ഇത് ഞാനാ, ഭൂമിജ. സാറിൻ്റെ ഭൂമിജയാണ് സാറേ. സത്യദാസ് ഒന്ന് നെടുവീർപ്പിട്ടു പറഞ്ഞു. എനിക്ക് മനസ്സിലായി മോളെ. പക്ഷേ എനിക്ക് നിന്നെ കാണുമ്പോൾ എൻ്റെ മോളെ എനിക്ക് ഓർമ്മ വരുവാണ്. എൻ്റെ അപ്പുമോളെ പോലെ എനിക്ക് നിന്നെ തോന്നുന്നു. ഭൂമിജ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അത് പിന്നെ സാറിൻ്റെ മനസ്സിൽ തോന്നലുകൊണ്ടാ. സാരമില്ല സാറേ. സാറിൻ്റെ മോളെ അധികം വൈകാതെ തന്നെ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും. സാറിന് എന്നെ വിശ്വാസമല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ ഇത്? സത്യദാസ് ഒന്ന് തലയാട്ടി. ശരിയാ മോളെ. എന്നാലും നിന്റെ പിന്നാലെ വന്ന ആ ഒരു കൊലയാളി ആരായിരിക്കും? ഭൂമിജയുടെ മുഖത്ത് പെട്ടെന്ന് വല്ലാത്തൊരു ദൃഢത വന്നു. അവളുടെ കണ്ണിൽ തീപ്പൊരി ചിതറി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സാറേ, എൻ്റെ പിന്നാലെ വന്ന് വേറെ ആരും ആയിരിക്കില്ല. എൻ്റെ അച്ഛനെ കൊന്ന കൊലയാളി തന്നെയായിരിക്കും. അയാളായിരിക്കും എന്നെ നേരിടാനായിട്ട് വന്നിട്ടുണ്ടാവുക. എനിക്കങ്ങനെ തോറ്റു പിന്മാറാനൊന്നും കഴിയില്ല സാറേ. എനിക്ക് എൻ്റെ അമ്മയെ പുറത്തിറക്കിയേ പറ്റൂ. ഭൂമിജയുടെ വാക്കിലെ ദൃഢനിശ്ചയം സത്യദാസിനെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം സ്നേഹത്തോടെ അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, മോള് വിഷമിക്കുന്നു വേണ്ട, ഞാൻ കൂടെയുണ്ട്. നീ ധൈര്യമായിട്ടിരിക്ക്. എന്തു വന്നാലും മോളുടെ അച്ഛൻ്റെ കൊലയാളെ നമുക്ക് കണ്ടെത്താം. അദ്ദേഹം അവളെ സമാധാനത്തോടെ ചേർത്ത് പിടിച്ചു. എന്തായാലും എത്തേണ്ട സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് ഭൂമിജ എത്തിച്ചേർന്നിരിക്കുന്നത്. സത്യദാസിന്റെ അരികിൽ അവൾ പൂർണ്ണ സുരക്ഷിതയായിരിക്കുന്നു. ആർക്കും അവിടെ ചെന്ന് അവളെ ഒന്നും തന്നെ ചെയ്യാനും കഴിയില്ല. പിന്നീട് അങ്ങനെ ഭവാനിയുടെ ഫോൺ ശബ്ദിക്കുകയാണ്. കമാലായിരുന്നു വിളിച്ചത്. വേഗം കോളെടുത്തു. എന്തായി കമാൽ? തീർത്തോ അവളെ? ഭവാനിയുടെ ശബ്ദത്തിൽ അക്ഷമയുണ്ടായിരുന്നു. മറുതലക്കിൽ നിന്നും കമാൽ കിതപ്പോടുകൂടി പറഞ്ഞു. ഇല്ല ഭവാനി, ഇല്ല മാഡം, പണി പാളി. അവളെ എൻ്റെ കയ്യിൽ കിട്ടിയതാ, എല്ലാം ഒത്തുവന്നതാ. പക്ഷേ കൃത്യസമയത്തന്നെ ആ സത്യദാസ് വന്ന് ആളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. ഫോണിലൂടെ ആ വാക്ക് കേട്ടതും ഭവാനി അങ്ങ് തരിച്ചുപോയി. സത്യദാസ്, ആ പേര് ഭവാനിയുടെ ഉള്ളിൽ ഒരു കൊള്ളിയാലം മിന്നിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് സംഭവിച്ചത്. ഭൂമിജയുടെ അരികിലേക്ക് സത്യദാസ് എത്തുകയാണെന്ന് വെച്ചാൽ തൻ്റെ രഹസ്യങ്ങളുടെ വലിയൊരു കോട്ട തകരുന്നതിന് തുല്യമാണ്. അത്രത്തോളം വലിയൊരു തിരിച്ചടിയായിരുന്നു അത് ഭവാനിക്ക്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഭവാനി നേരെ ഇരുട്ടിലേക്ക് നോക്കി നിന്നുപോയി. പരാജയത്തിൻ്റെ കയ്പ് അവരുടെ തൊണ്ടയിലങ്ങ് കുരുങ്ങിയിരിക്കുന്നത് പോലെ തോന്നുവാണ്. മുന്നോട്ടുള്ള വഴി കൂടുതൽ ദുഷ്കരമായിരിക്കുന്നു ഭവാനിക്ക്. അത് ഭവാനിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അദൃശ്യമായ ഏതോ ഒരു ശക്തി സത്യദാസിനെയും ഭൂമിജയും ഒന്നിപ്പിക്കുകയാണല്ലോ. അച്ഛനെയും മകളെയും അവർ രണ്ടുപേരും ഒന്നിപ്പിക്കുകയാണല്ലോ. വിധി അവരെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു വലിയ നാടകം ഭവാനിക്കുള്ള സർവനാശത്തിലേക്കുള്ള തുടക്കം മാത്രമായിരുന്നു. അങ്ങനെ ഇവർ വിവാഹിതരായാൽ സീരിയലിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.